ഹായ്, ഇന്ന് ഞാൻ കാണിക്കുന്നത് എൻ്റെ വീട്ടിലെ ബയോബിൻ കേട്ടോ. നമ്മളെ വീട്ടിലെ പച്ചക്കറികളും മറ്റും വേസ്റ്റുകളൊക്കെ നമുക്ക് എവിടെയും കളയാതെ നമുക്ക് തന്നെ വളമാക്കി മാറ്റി നമുക്ക് കൃഷിക്ക് 10 പൈസ ചിലവില്ലാതെ കൃഷിക്ക് വേണ്ട എല്ലാ വളവും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ മീൻ വളർത്തൽ, കോഴിക്കുഞ്ഞുങ്ങളെ വളർത്തൽ, ഇതൊക്കെ പറ്റിയ തീറ്റയാണ് കേട്ടോ. ഈ കണ്ടില്ലേ കോഴിക്കൾ അതിൽ വന്നിട്ട് നമ്മൾ ഈ നോട്ടിലിട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ കുഴിയായി മാറും. ഞാനൊരു ചാക്ക് വാങ്ങിയിട്ടുണ്ട്, അത് കഴിഞ്ഞ് പിന്നെ ഈ കുഞ്ഞു തന്നെ വെച്ചിട്ട് മറ്റുള്ള വേസ്റ്റ് കിട്ടുന്നത് കണ്ടില്ലേ, ചേമ്പിൻ്റെ തോട്, ചോറായിക്കോട്ടെ, പഴത്തിൻ്റെ തോട്, മുട്ടത്തോടും നാരങ്ങത്തോടും ഒഴികെ എല്ലാ വേസ്റ്റും നമുക്ക് ഇതിൽക്കിട്ട് കൊടുക്കുക. 45 ദിവസം മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് നല്ല കറുത്ത വളമായിട്ട് മാറും. പിന്നെ അതിൻ്റെ താഴെ അതായത് ബോക്സ് കണ്ടില്ലേ, ഇതിൽ നിന്നും വരുന്ന വെള്ളം അതിൽ സ്റ്റോറാവും. അത് നമുക്ക് ദിവസം എടുത്തിട്ട് ഇതുപോലെ ഒരു ബക്കറ്റിൽ വെച്ച് ഡയലൂട്ട് ചെയ്തിട്ട് നമുക്ക് നമ്മൾ ചെടികൾക്കുള്ള ഫെർട്ടിലൈസറായിട്ട് ഉപയോഗിക്കാം കേട്ടോ. ഇതിൽക്ക് നന്നായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കണം. എന്നിട്ട് വേണം ചെടികളുടെ കടയിലൊക്കെ നനച്ച് കൊടുക്കാൻ. ഇത് വെച്ചാണ്ട് ഞാൻ എൻ്റെ പയറിനും എല്ലാത്തിനും ഞാൻ ഈ ഫെർട്ടിലൈസറുമാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിൽ നിന്ന് ഉണ്ടാക്കുന്ന കമ്പോസ്റ്റിൻ്റെ വളവുമാണ് കൊടുക്കുന്നത്. ഇത് കണ്ടില്ലേ, ഡയലൂട്ട് ചെയ്തിട്ട് വെള്ളത്തിൻ്റെ കടത്തിൽ നിന്ന് വെച്ചു ചീരയാണ് കണ്ടില്ലേ, പയറിൻ്റെ. അതുപോലെ തന്നെ ഇഞ്ചി, തക്കാളിത്തൈ ഒക്കെ നമ്മൾ കമ്പോസ്റ്റ് വെച്ച് ഇടുമ്പോൾ തന്നെ അതിൽ നിന്നും വിത്ത് മുളച്ചും വരുന്നുണ്ട് കേട്ടോ. അങ്ങനെയും നമുക്കിതുകൊണ്ട് പ്രയോജനമുണ്ട്. ഇഞ്ചി കണ്ടില്ലേ, ഒരു പാത്രത്തിലൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഈ വെള്ളം ഉള്ളതെന്ന് വെച്ചാൽ ഞാൻ പുറത്തൊന്നും വെള്ളം വാങ്ങാറില്ല. മുളകും തൈ കണ്ടില്ല, മുളകും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിലൊരു ബയോബിൻ ഉപയോഗിക്കുക. നമ്മുടെ വേസ്റ്റ് നമ്മളുടെ ബാധ്യതയാണ്. അതെവിടെയും വലിച്ചെറിയാതെ ഇങ്ങനെ കമ്പോസ്റ്റാക്കി ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഞാൻ എൻ്റെ വേപ്പിൻ്റെ മരത്തിനൊക്കെ ഇതേ വളം തന്നെ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട്. വേപ്പൊന്നും നമുക്ക് പുറത്തുനിന്ന് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ തന്നെ ഒരു തൈ വെച്ച് പിടിപ്പിച്ചാൽ നമുക്ക് പുഷ്ടിപ്പെടുത്തിയെടുക്കാൻ പറ്റും. നന്നായിട്ടുണ്ടായിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ അതിൽ നിന്നും കിട്ടുന്ന വേസ്റ്റ് 45 ദിവസം മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നല്ല പൊടിയായിട്ട് മാറി. ഇതിന് വെയിലത്ത് വെച്ച് നമുക്ക്